നമസ്കാരം. ശ്രീ KC ജോസഫ്. 2014 കേരള സംസ്ഥാന ബഡ്ജറ്റിൽ പ്രവാസി മലയാളികൾക്കുള്ള പ്രതീക്ഷകൾ ഒരു തുറന്ന കത്ത് മുഖേന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ NTV UAE ആഗ്രഹിക്കുകയാണ്. ഈ ഒരു തുറന്ന കത്ത് എഴുതുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ ഗവർണറുടെ നയപ്രഖ്യാപന ദിവസം മുതൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാസികളുടെ പ്രതീക്ഷകൾ എന്ന ചർച്ചയിൽ നിന്ന് പല പ്രാവശ്യമായി അങ്ങ് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയത് കൊണ്ട് മാത്രമാണ്. ഈ കത്ത് കൃത്യമായി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാക്കന്മാർക്കും മറ്റു മന്ത്രിമാർക്കും 140 MLA-മാർക്കും ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഈ പ്രാവശ്യമെങ്കിലും പ്രവാസികളുടെ പരാതികളും പ്രവാസികളുടെ കണ്ണുനീരും കാണുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രവാസികൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി പതിറ്റാണ്ടുകളായി പ്രവാസികൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങയുടെയും പല ഗവൺമെൻറ്റുകളുടെയും ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടും ഇതുവരെ അനുഭാവപൂർണമായ എടുത്തു പറയത്തക്ക ഒരു നടപടിയും ഈ കാലഘട്ടങ്ങളിലെങ്ങും ഉണ്ടായതായി രേഖകളിൽ കാണുവാനായി കഴിയുകയില്ല. ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ പറയുവാനുള്ളത്, കഴിഞ്ഞ വർഷം ഏറ്റവും അവസാനം 2013 കേരളത്തിൽ നിന്നുള്ള മലയാളി പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ചത് 70,000 കോടി രൂപയാണ്. 70,000 കോടി രൂപ കേരളത്തിലേക്ക് അയച്ച പ്രവാസികൾക്കായി കഴിഞ്ഞ വർഷം മാറ്റിവെച്ചത് വെറും 1 കോടി രൂപ മാത്രം. ഈ വർഷം ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാവണമെന്ന് NTV ഗൾഫിലെ മുഴുവൻ മലയാളികൾക്കും വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുകയാണ്. വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട്, എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പരമപ്രധാനമായി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് തിരിച്ചു വരുന്ന പ്രവാസികളുടെ പുനരധിവാസത്തെ പറ്റിയാണ്. ഏറെക്കാലമായി ചർച്ചകൾ നടക്കുന്നു, തീരുമാനങ്ങളൊന്നും ആകുന്നില്ല. ബഡ്ജറ്റുകളിൽ ഒന്നും തന്നെ അതിന് വേണ്ടതായ തുകകൾ നീക്കി വയ്ക്കുന്നില്ല. ഈ പ്രാവശ്യമെങ്കിലും തിരികെ വരുന്ന, ജോലി നഷ്ടപ്പെട്ട് തിരികെ വരുന്ന പാവപ്പെട്ട പ്രവാസികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാനുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ ജോലി കണ്ടുപിടിക്കുവാനുള്ള സഹായങ്ങളെല്ലാം തന്നെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടതായി ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് അങ്ങയോട് പറയുവാനുള്ളത്. ഇതിനു മുന്നോടിയായി ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന മുഴുവൻ പ്രവാസികളുടെയും ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലേബർ ബാങ്ക് ഉണ്ടാവണം. ഈ ലേബർ ബാങ്കിൽ നിന്ന്, അതിലെ ഡീറ്റെയിൽസിൽ നിന്ന് കേരളത്തിലെ സ്വകാര്യ മേഖലകളിലേക്ക്, കേരളത്തിലെ സെമി ഗവൺമെൻറ് മേഖലയിലേക്ക്, കേരളത്തിലെ നിർമ്മാണ മേഖലയിലേക്ക് വേണ്ടത്ര തൊഴിലാളികളെ നൽകുവാനുള്ള ഒരു ക്രമീകരണം കേരള ഗവൺമെൻറ് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള തുക ബഡ്ജറ്റിൽ മാറ്റിവെക്കണം. ഞങ്ങൾ കൂടുതലായി ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഈ 70,000 കോടിയുടെ വെറും 0.5% 350 കോടി രൂപയെങ്കിലും കേരളത്തിലെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രവാസികൾക്കായി നീക്കി വെക്കേണ്ടതായിട്ടുണ്ട്. സർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. പ്രവാസി മലയാളികൾ ഇവിടുന്ന് തിരികെ വരുന്നവർ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിവിധങ്ങളായിട്ടുള്ള മാരക രോഗത്തിൻ്റെ പിടിയിലാണ്. കേരളത്തിൽ തിരിച്ചു വരുന്ന പ്രവാസികൾക്കും ഉണ്ടാകുവാൻ സാധ്യതയുള്ള മാരക രോഗങ്ങൾ കിഡ്നി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ, ക്യാൻസർ മുതലായവയാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ഇങ്ങനെ വരുന്ന പ്രവാസികൾക്ക് ഗവൺമെൻറ്റിൻ്റെ സഹായത്താൽ ഇന്നും ലഭിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം എന്നത്, കേരളത്തിലെ പല പദ്ധതികളും പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിൽ നടത്തുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട 3 സോണുകളായിട്ടുള്ള മലബാർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പബ്ലിക് പ്രവാസി പാർട്ടിസിപ്പേഷനിൽ 3 മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കണം. അവിടെ ആ മെഡിക്കൽ കോളേജുകളിൽ പ്രവാസികളായിട്ടുള്ള, ഞാനീ പറഞ്ഞ പ്രവാസികളായി എത്തുന്ന രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കണം. ഈ മെഡിക്കൽ കോളേജുകളിൽ പ്രവാസികളുടെ കുട്ടികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ഇതിനു വേണ്ട തുക ബഡ്ജറ്റിൽ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഗൾഫിൽ മരണമടയപ്പെടുന്ന അല്ലെങ്കിൽ പെർമനൻ്റ് ഡിസേബിൾഡ് ആവുന്ന പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അവരുടെ കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ഇവിടെ ഗൾഫിൽ പൊഴിഞ്ഞു വീഴുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഈ ഗൃഹനാഥന്മാരുടെ മരണത്തോടുകൂടെ അവസാനിക്കുകയാണ്. ഇത് സംഭവിക്കാൻ പാടില്ല സർ. തീർച്ചയായിട്ടും ഗൾഫിൽ മരിക്കുന്ന പ്രവാസികളുടെ കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം ഗവൺമെൻറ് ഉറപ്പുവരുത്തണം. അത് സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിൽ വരെ അതിനു വേണ്ടതായിട്ടുള്ള സംഖ്യ ഈ ബജറ്റിൽ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് സർ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം അങ്ങയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തട്ടെ. ഗൾഫിലെ വിവിധ ആശുപത്രികളിൽ കോമയിലായി സ്വയം യാത്ര ചെയ്യാൻ വയ്യാതെ
നിരവധി മലയാളികൾ കഴിയുന്നുണ്ട്. അവരെ നാട്ടിലെത്തിക്കുവാനുള്ള ക്രമീകരണം കേരള സർക്കാർ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് എംബസി വഴി കേരള സംസ്ഥാന സർക്കാർ കളക്ട് ചെയ്യുകയും അവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുവാനുള്ള ക്രമീകരണം എംബസികളെ ഏൽപ്പിക്കുന്നതിലൂടെ എല്ലാ സ്ഥലത്തും നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ പറയുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന സുഹൃത്തുക്കളെ ഗവൺമെൻറ് ചെലവിൽ ഗവൺമെൻറ് മേൽനോട്ടത്തിൽ അവരെ നാട്ടിലെത്തിക്കുവാൻ ഹോസ്പിറ്റലിലോ അവരുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തോ എത്തിക്കുവാനുള്ള ക്രമീകരണം കേരള ഗവൺമെൻറ് നടത്തണം. അതിനു വേണ്ടതായിട്ടുള്ള തുക ഈ ബജറ്റിൽ ഉണ്ടാവണം. സർ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഗൾഫിലെ വിവിധ രാജ്യങ്ങളിലുള്ള ജയിലുകളിൽ ഒരു ചെറിയ നിയമസഹായം കിട്ടിയാൽ പുറത്തു വരാൻ കഴിയുന്ന ധാരാളം മലയാളികളുണ്ട്. അവരെ സഹായിക്കുവാൻ വേണ്ടി ഒരു ലീഗൽ സെൽ നല്ല രീതിയിൽ നടത്തുവാനുള്ള തുക ഈ ബജറ്റിൽ ഉണ്ടാവണം. പ്രവാസ കാലത്തോളം തന്നെ പഴക്കമുള്ളതാണ് ഞങ്ങളുടെ യാത്രാ പ്രശ്നങ്ങളും. ഇന്ന് ലോകത്തിൻ്റെ വ്യോമയാന റെക്കോർഡ് എടുത്തു നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുത, ഏറ്റവും കൂടുതൽ യന്ത്ര തകരാറ് കൊണ്ട് ക്യാൻസൽ ചെയ്യപ്പെടുന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യ. വിവിധങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എയർ ഇന്ത്യ വിടുന്ന പല ഫ്ലൈറ്റുകളും യന്ത്ര തകരാർ മൂലം ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ഇതെന്താണ് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് ഏറ്റവും പഴയ ഫ്ലൈറ്റുകൾ സെലക്ട് ചെയ്ത് ഗൾഫിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ്. എയർ ഇന്ത്യയുടെ ഈ റെക്കോർഡുകൾ പേടിപ്പിക്കുന്നതാണ് സർ. ഞങ്ങൾക്ക് ജീവനിൽ ഭയം ഉള്ളതുകൊണ്ട് എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുവാൻ ഭയമാണ്. അതുകൊണ്ട് ഈ സ്ഥിതിക്ക് മാറ്റം വരണം. ഗവൺമെൻറ്റുകളുടെ ഇടപെടലുകൾ ഉണ്ടാവണം. പുതിയ ഫ്ലൈറ്റുകൾ ഗൾഫ് സെക്ടറിലേക്ക് ഓടിക്കേണ്ടതായിട്ടുണ്ട്. സാർ, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നത് പ്രവാസി മലയാളികളുടെ ആവശ്യങ്ങളിൽ ചിലത് മാത്രമാണ്. ഇവയെങ്കിലും അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ഈ ബഡ്ജറ്റിൽ ആവശ്യത്തിന് തുക ഉൾക്കൊള്ളിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ സർ. ഇങ്ങനെയില്ല എങ്കിൽ ഗൾഫ് മലയാളികൾ ചോദിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വെറും 1 കോടി രൂപ ചെലവാക്കുവാൻ ഒരു വില്ലേജ് ഓഫീസറുടെ ആവശ്യമേ ഉള്ളൂ. 2 മന്ത്രിമാർ, കേന്ദ്ര പ്രവാസികാര്യ വകുപ്പും കേരള പ്രവാസികാര്യ വകുപ്പും അതിൻ്റെ കീഴിലെ കുറേ പരിവാരങ്ങളും എന്തിനാണ് സാർ ഈ 1 കോടി രൂപയിൽ കൂടുതൽ ചെലവാക്കിക്കൊണ്ട് 2 വകുപ്പുകളും 2 മന്ത്രിമാരും എന്തിനാണ്? പ്രവാസികൾക്കായി ഗുണം ചെയ്യാത്ത ഏതെങ്കിലും വകുപ്പുകൾ വേണമെന്നൊരഭിപ്രായം പ്രവാസികൾക്കില്ല. നന്ദി, നമസ്കാരം.